പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ് കേരള പാഠാവലി അതിലെ 1ാമത്തെ യൂണിറ്റ് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്നു വന്നാൽ എന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ, അതിലെ ഈ ചോദ്യങ്ങളടക്കം എല്ലാ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. അതിൻ്റെ ഉത്തരങ്ങൾ പറയും. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ഈ പദ്യം, ഇലകൾ എന്ന പദ്യം, അതിനുശേഷം നമുക്കിവിടെ ഒരു ചോദ്യം ഉണ്ട് അല്ലേ. കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക എന്നാണ്. നമുക്ക് എന്ത് എഴുതാം? എന്തായിരുന്നു ഇന്ദ്രജാലം? ഉണങ്ങിപ്പോയ മരത്തിൽ മഴത്തുള്ളികൾ വീഴുന്ന ദൃശ്യമാണ് ചിത്രത്തിലുള്ളത്. ഉണങ്ങിയ മരത്തിൽ തളിരിലകൾ പൊട്ടിച്ചു വരുന്നതും കാണാം. ഉണങ്ങിച്ചുളിഞ്ഞ് കരിഞ്ഞ് ദ്രവിക്കാറായ മരത്തിൽ മഴത്തുള്ളി പതിച്ചപ്പോൾ അതിലെല്ലാം തളിരിലകൾ കുരുത്ത അത്ഭുതകരമായ മാറ്റമാണ് കവിതയിലുള്ളത്. അങ്ങനെ കവിതയും ചിത്രവും ആശയപരമായി ചേർന്നു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലേ മക്കളെ? ഇനി അടുത്ത ചോദ്യം, നമുക്ക് ഇതിലെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠമുണ്ട് അല്ലേ, പൂക്കളെ കുറിച്ചിട്ടുള്ളത്. അതിലോരോ ചോദ്യങ്ങൾ നോക്കാം. വായിക്കാം, കണ്ടെത്താം. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത്? നമുക്കൊരു ഉത്തരം മാതൃക. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ സംഗീതമുണ്ട്. ആയിരക്കണക്കിന് വണ്ടുകളുടെയും തേനീച്ചകളുടെയും ചെറിയ ശബ്ദത്തിലുള്ള മൂളലുണ്ട്. തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളം കാറ്റിന്റെ തഴുകലുണ്ട്. വനദേവതമാരുടെയോ ചെറുചോലകളുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുമുണ്ട് എന്നെഴുതാം. എഴുത്തുകാരി എല്ലാം മറന്നു നിന്ന് പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? കുറിഞ്ഞിപ്പൂക്കളിലെ തേൻ നുകർന്നു ലഹരി പിടിച്ച വണ്ടുകൾ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നു. അവയുടെ നീലക്കറുപ്പ് ശരീരമാകെ മഞ്ഞപ്പൊടി പൂശിയിരിക്കുന്നു. വായുവിൽ അനിർവചനീയമായ ഒരു സുഗന്ധം നിറഞ്ഞു വിലസുന്നു. ആ വലിയ മലഞ്ചെരുവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദനൃത്തം ചവിട്ടുന്നത് പോലെ എഴുത്തുകാരിക്ക് തോന്നി. ഈ സൗന്ദര്യ ലോകത്തിലാണ് കണ്ണുകൾ കൂമ്പി എല്ലാം മറന്ന് ഏറെ നേരം എഴുത്തുകാരി നിന്നുപോയത് എന്നാണ് പറയാൻ. കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? എന്താണ്? ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂക്കളെല്ലാം ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഒഴിച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായിത്തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു. എന്നാൽ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞിട്ടുണ്ട്. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനി 12 വർഷം കഴിയണം പൂക്കൾ വിരിയാൻ. അതുവരെ നീണ്ട കാത്തിരിപ്പിലാണ്. അതുകൊണ്ട് നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ എന്ന് പറയുന്നത്. പിന്നെ ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് നീലക്കുറിഞ്ഞികളുടെ ഈ മനോഹാരിത. തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും, നമ്മുടെ കണ്ണുകൊണ്ട് കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമിയെ അമ്മയ്ക്ക് വേണ്ടിയൊക്കെയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്നാണ് സുഗതകുമാരി പറയുന്നത്. ഓക്കെ, ഇനി ചർച്ച ചെയ്യാം, എഴുതാം. ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്? എന്തെല്ലാം കാഴ്ചകളാണ്? മഞ്ഞു മൂടിയ മലനിരകൾ, തേയിലത്തോട്ടങ്ങൾ, അരുവികൾ എന്നിവ കാണാനും, മൂന്നാർ പോയിട്ടില്ല നിങ്ങളെ, എന്നിവ കാണാൻ, അവിടുത്തെ തണുപ്പ് അനുഭവിക്കാനും ആഗ്രഹമുണ്ട്. മൂന്നാർ മലനിരകളിൽ ലക്ഷം കുറിഞ്ഞിപ്പൂക്കൾ നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനും ആഗ്രഹമുണ്ട്. പ്രകൃതിയുടെ ഉത്സവമാണ് കുറിഞ്ഞു പൂക്കുന്ന കാലം. കാറ്റ് വീശുമ്പോൾ തിരയടിച്ച കുന്നുപോലെ നീലക്കുറിഞ്ഞിപ്പൂക്കൾ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നതും, മൂന്നാർ മലനിരകളിൽ മേഞ്ഞു നടക്കുന്ന വരയാടുകളെ കാണാനും കൊതിയുണ്ട്. മൂന്നാറിലെ പ്രകൃതി ഭംഗിയിൽ കൂട്ടുകാർക്കൊപ്പം ഓടിക്കളിക്കാനും ആഗ്രഹമുണ്ട്. അടുത്തത്, പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. തുമ്പികളും പൂമ്പാറ്റകളും വണ്ടുകളുമെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഒഴിച്ച് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായിത്തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്നു. ഉത്സവം കഴിഞ്ഞ ഒരു പ്രതീതി അനുഭവപ്പെടുന്നു എന്നാണ് എഴുത്തുകാരി ഇവിടെ കുറിക്കുന്നത്.
പക്ഷേ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു 12 വർഷം കഴിഞ്ഞ് പൂക്കാനായി മണ്ണിനടിയിൽ അവ കാത്തുകിടക്കുന്നു. അടുത്ത ചോദ്യം, പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? എന്തെല്ലാം ചെയ്യണം? കാട്ടരുവികളും പുഴകളും മലകളും സംരക്ഷിക്കാം. ഉള്ള കാടുകൾ എന്ത് വില കൊടുത്തും നിലനിർത്താം. ആഗോളതാപനം ഭൂമിയാകെ വിഴുങ്ങാൻ നിൽക്കുന്ന ഭൂതമായതുകൊണ്ട് അതിനെതിരെയുള്ള മഹായുദ്ധത്തിൽ നമുക്ക് പങ്കുചേരാം. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ശീലമാക്കാം. കിട്ടുന്ന മഴവെള്ളവും വിശേഷിക്കുന്ന കുളിരും കാത്തു സൂക്ഷിക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യാം. മണ്ണിലെ ജലാംശം വലിച്ചു കീർത്ത് കളയുന്ന കൃഷിരീതി ഉപേക്ഷിക്കാം. ഗതാഗതത്തിന് മലിനീകരണം കുറവുള്ള ജലപാതകളും വൈദ്യുതി ഉപയോഗിക്കുന്ന വഴികളും കൂടുതലായി ഉപയോഗിക്കാം. മണ്ണും വായുവും ജലവും ഒരുപോലെ മലിനമാക്കുന്ന വലിയ വ്യവസായങ്ങൾക്ക് പകരം നമ്മുടെ പ്രകൃതിക്കും ചുറ്റുപാടിനും പറ്റിയ വ്യവസായങ്ങൾ സ്വീകരിക്കാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത്, ചേർത്ത് വെക്കുമ്പോൾ അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. നമ്മുടെ മെയ്യാകെ, കറുപ്പ് മെയ്യാകെ, നീലക്കറുപ്പ് മെയ്യാകെ. വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് എഴുതാം. ഏതെങ്കിലും ഒരു പദത്തെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നതിനെ വിശേഷണം എന്ന് പറയുന്നു. നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൊടി പൂശിയിരിക്കുന്നു എന്ന വാക്യത്തിൽ മെയ്യ് എന്ന പദത്തെ നീല, കറുപ്പ് എന്നീ പദങ്ങൾ കൊണ്ടും പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇത്തരം വിശേഷണങ്ങൾ പദത്തിനും ആശയത്തിനും കൂടുതൽ ഭംഗി നൽകുന്നു. അവതരിപ്പിക്കുന്ന ആശയത്തിന്റെ സന്ദർഭത്തിന്റെ മിഴിവാർന്ന ചിത്രം വായനക്കാരുടെ മനസ്സിൽ പതിയാൻ ഇത്തരം വിശേഷണങ്ങൾ സഹായിക്കുന്നു. അല്ലേ? അടുത്ത്, പുഷ്പോത്സവം സംഘടിപ്പിക്കാം. ഇതൊരു പത്രമാണ് അല്ലേ? തിരുവനന്തപുരം വസന്തോത്സവം നടക്കുന്നു എന്നാണ്. ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അല്ലേ? പുഷ്പോത്സവം നടക്കണ്ടേ? തലസ്ഥാന നഗരിൽ ഒരുക്കുന്ന വസന്തോത്സവത്തിന്റെ വാർത്ത ആ ഉത്സവത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും പലതരത്തിലുള്ള ചെടികളും പൂക്കളും കാണാനും ആസ്വദിക്കാനും പുഷ്പോത്സവങ്ങൾ സഹായിക്കുന്നു. മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും മണ്ണിലെ അറിവിനെക്കുറിച്ചും മനസ്സിലാക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ പ്രയോജനപ്പെടും. സ്വന്തം വീട്ടിൽ ചെടികൾ നട്ടുപിടിച്ച് പരിപാലിക്കാൻ കുട്ടികളിൽ താല്പര്യം ജനിപ്പിക്കാനും ഇവ സഹായകരമാണ്. പൂക്കളും ചെടികളും നിറഞ്ഞ ഭൂമി എത്ര മനോഹരമാണെന്ന് തിരിച്ചറിവുണ്ടാക്കുന്ന ഭൂമിയുടെ പച്ചപ്പും പൂക്കൾ നൽകുന്ന സൗന്ദര്യവും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന സത്യവും ഈ ഉത്സവങ്ങൾ പകർന്നു നൽകുന്നു. ചെടികളും പൂക്കളും ഇനിയും ഇത്തരം ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടാ? ഇനി അടുത്തൊരു ചോദ്യം എന്താണ്? നിങ്ങൾ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക. പുഷ്പോത്സവത്തിൽ ആസൂത്രണം വേണം, പോസ്റ്റർ നോട്ടീസ് തയ്യാറാക്കണം, സ്കൂളിൽ പൂന്തോട്ടം സജ്ജമാക്കണം, പൂക്കളുള്ള ചെടികൾ എത്തിക്കണം, ചിട്ടയായി ക്രമീകരിക്കണം, പ്രദേശത്തെ ക്ലബ്ബുകൾക്ക്, കൂട്ടായ്മകൾക്ക് പങ്കാളിത്തം നൽകണം. അല്ലേ? ഇനി അതിനെക്കുറിച്ചൊരു പത്രവാർത്ത തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കാം? പുഷ്പോത്സവ സ്മൃതിക്ക് പുഷ്പോത്സവം പുത്തൻകുന്ന്. ഇവിടെ നമുക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് മാറ്റാം കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള പേര് കൊടുക്കുക. സ്കൂളിൽ പൂക്കളുടെ വസന്തമൊരുക്കി പുഷ്പോത്സവം നടന്നു. പ്രകൃതി സ്നേഹവും പരിസ്ഥിതി സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചത്. 100 കണക്കിന് ആളുകളാണ് പുഷ്പോത്സവം ആസ്വദിക്കാനെത്തിയത്. ബോഗൺവില്ല, ജമന്തി, ഡാലിയ, ആന്തൂറിയം, റോസ്, ബോൾസും, ചെണ്ടുമല്ലി, ചെത്തി ഇങ്ങനെ നീളുന്ന പൂക്കളുടെ നിര. സ്കൂളുകളിലും വീടുകളിലുമായി കുട്ടികൾ വളർത്തിയ ചെടികളാണ് പുഷ്പമേള പ്രദർശിപ്പിച്ചത്. പുഷ്പമേളയോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം, പൂക്കളെക്കുറിച്ചുള്ള ക്വിസ് മത്സരം, പൂച്ചെടി നിർമ്മാണം തുടങ്ങിയവയും കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഉത്തരങ്ങളൊക്കെ. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും കാണാം. താങ്ക് യു.